friends, welcome to Neethas Tasteland. നമുക്ക് ഇന്നൊരു ചായ ഉണ്ടാക്കിയാലോ. നമ്മൾ നേരത്തെ ചായയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമ്മൾ ചെയ്തത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ചായയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ മസാല ചായ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തുലാമാസമൊക്കെ ആയി തുടങ്ങി, മഞ്ഞൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ മഞ്ഞൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ആ മഞ്ഞിന്റെ സീസണിലേക്ക് നമ്മൾ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അതുപോലെ തന്നെ ചെറിയ ഇടിവെട്ടും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ്. പകലൊക്കെ നല്ല ചൂടാണെങ്കിലും വൈകിട്ടൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രാവിലെ ആണെങ്കിലും അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും തണുപ്പ് കൂടും. ഈ ചെറിയ തണുപ്പിലൊക്കെ ചെറിയൊരു എരിവും അതുപോലെ തന്നെ നല്ല ചൂടും ഒക്കെ ഉള്ള ഒരു ചായ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് മസാല ചായ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ മസാല ചായ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ ജോലിയൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ മസാല ചായ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും. നമ്മളിപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടില്ലേ. നമുക്കിപ്പോൾ വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ വളരെ ആശ്വാസമാണ്. ആ കാപ്പി കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ മസാല ചായ. അപ്പോൾ മസാല ചായയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പറയാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചായ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ ചായ കണ്ടതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആ ചായയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നതിന്റെ താഴെ വരുന്ന ബോക്സ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ആ ചായ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ മസാല ചായ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അതിന്റെയും ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള മസാല ചായ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മസാല ചായക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചായപ്പൊടി, പഞ്ചസാര, പാല്. ഞാനിപ്പോൾ 1 കപ്പ് പാലിലാണ് ചായ ഉണ്ടാക്കുന്നത്. 1 കപ്പ് പാലെന്ന് പറയുമ്പോൾ നമ്മുടെ മെഷറിംഗ് കപ്പിനാണ് 1 കപ്പ്. ഈ 1 കപ്പ് പാലെടുക്കുമ്പോൾ നമ്മൾ 1.25 കപ്പ് വെള്ളം എടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം തിളച്ച് വറ്റി വരും. അതിനനുസരിച്ചാണ് നമ്മൾ പാല് ചേർക്കുന്നത്. അപ്പോൾ അധികം കുറുകിയ ചായ വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളത്തിന് അളവിൽ വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ ഒരു ചെറുതായിട്ട് കുറുകിയ ചായ ആയിരിക്കും. വെള്ളം വറ്റി വരുമ്പോൾ പാലും വെള്ളവും ഒരേ അളവിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1.25 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. അതുപോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചിയും ഏലക്കയും ചതച്ചിട്ട് കൊടുക്കുക. അതിന് മുന്നേ ഇട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ചായയിൽ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതൽ വരുമ്പോൾ ചായ കുടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേഗം വിശക്കുകയും ചെയ്യും. ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നന്നായിട്ട് ഫുഡൊക്കെ ദഹിക്കും. അതുപോലെ തന്നെ വിശപ്പ് കൂടും. ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്തൊരു പാനിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നമ്മുടെ എല്ലാവരുടെയും മധുരം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ആദ്യമേ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചായക്ക് ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പഞ്ചസാര ചേർക്കുന്നത്. ഇനി പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും ഏലക്കയും ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള 1 പീസ് ഇഞ്ചിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് പാലും 1.25 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള 3 ഏലക്ക, ഈ വലിപ്പത്തിലുള്ള ഏലക്ക ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ചിലപ്പോൾ നമുക്ക് വലിയ ഏലക്ക കിട്ടാറുണ്ട്, ചിലപ്പോൾ ചെറിയ ഏലക്ക ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ഏലക്കയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. പഞ്ചസാര മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വേഗം തന്നെ പഞ്ചസാര വെള്ളത്തിലേക്ക് മെൽറ്റ് ആയി കിട്ടും. ഇതിലിനിയിപ്പോൾ മറ്റുള്ള മസാലകൾ ചേർത്തിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മസാല ചായയുടെ പാക്കറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും, ചായപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പു ഉണ്ടാവാറുണ്ട്, പട്ട ഉണ്ടാവാറുണ്ട്. ആ രീതിയിലാണ് മസാല ചായയുടെ പാക്കറ്റ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സിമ്പിളായിട്ടുള്ള മസാല ചായ എന്നുള്ള രീതിയിലാണ് ഏലക്കയും ഇഞ്ചി എടുത്തത്. എല്ലാവരും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ചായ ഉണ്ടാക്കാം. ഈ രീതിയിലും ചായ ഉണ്ടാക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചായ ആയിരിക്കും. മറ്റുള്ള മസാലകളുടെ ടേസ്റ്റ് പാലിന്റെ കൂടെ ചേർത്ത് ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ഇതുപോലെ മസാല ചായ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും.
അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. ഞാനിനി ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഏലക്കയും ചേർക്കുന്നത്. ഇഞ്ചിയും ഏലക്കയും ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ആദ്യം വെള്ളം തിളച്ചത് ഹൈ ഫ്ലെയിമിലാണ്, ഇനി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 1 മിനിറ്റ് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഏലക്കയുടെ ഇഞ്ചിയുടെ എല്ലാം ടേസ്റ്റ് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായി മിക്സ് ആവും. അതിനുശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ കട്ടൻ ചായയാണ് പാൽ ചായ കുടിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ 1 മിനിറ്റും കൂടി തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ചായപ്പൊടി ചേർത്ത് ചെറിയ കടുപ്പത്തിൽ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിലും വളരെ റിഫ്രഷിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ദഹനത്തിന് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ വയറിന് ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഇഞ്ചി ഇട്ടിട്ട് ചായ ഇളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ ദഹനത്തിൻ്റെതായ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇഞ്ചിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മസിൽ പെയിനൊക്കെ വരുമല്ലോ. മസിൽ പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഒരു 4-5 ഗ്ലാസ് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ പെയിനൊക്കെ നന്നായിട്ട് വ്യത്യാസം വരും. പക്ഷെ നന്നായിട്ട് വിശപ്പ് കൂടും. നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും, അത് മാത്രമേ അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ ചെറിയ പെയിനൊക്കെ വരുമ്പോൾ ഞാനിതുപോലെ ചെയ്ത് കഴിക്കാറുണ്ട്. ഇഞ്ചി ചതച്ചിട്ട് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന അളവിൽ വ്യത്യാസം വരും. അത് ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് കൂടും, നമ്മുടെ തടി കൂടും. ആ ഒരു ദഹനത്തിൻ്റെ കാര്യത്തിൽ ഇഞ്ചി ഏറ്റവും ബെറ്ററാണ്. നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന പൊടിക്കൈകളാണ് ഇതൊക്കെ. അപ്പോൾ ദഹന പ്രശ്നമുള്ളപ്പോഴും കഴിക്കാം, അതുപോലെ തന്നെ മസിൽ പെയിൻ ഉള്ളപ്പോൾ കഴിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും മസിൽ പെയിന്. എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇനി അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നേരെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ പൊടിക്കൈകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതിയാകും. പിന്നെ പറഞ്ഞ പോലെ തടി കുറയ്ക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ ഇഞ്ചി അധികം യൂസ് ചെയ്യാതിരിക്കുക. ഇഞ്ചി അധികം യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളമൊന്നും തിളപ്പിച്ച് കുടിക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വറ്റി വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് 1 കപ്പ് പാലിന് 1 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും കിച്ചൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി ആകുമ്പോൾ ഇത്രയും ചായ മതി. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചായപ്പൊടി ചേർക്കാം. ചായപ്പൊടി എന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ചായപ്പൊടി എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനു മുന്നേ ചായയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. തേയില എന്ന ചില സ്ഥലങ്ങളിൽ പറയും, ഇവിടെയൊക്കെ ചായപ്പൊടി എന്നാണ് പറയുന്നത്. നമുക്ക് എത്ര കടുപ്പം വേണോ അതനുസരിച്ചിട്ട് ചായപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ ചായപ്പൊടിയും വെള്ളത്തിൽ കിടന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. ചായപ്പൊടി ചേർത്തതിന് ശേഷവും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീ ലീഫാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ചായയുടെ എക്സ്ട്രാക്റ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ചായയുടെ ടേസ്റ്റ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ടി വരും. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അറിയുന്ന ആളുകൾ ഈ പോർഷൻ സ്കിപ്പ് ചെയ്തോളൂ. ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചായപ്പൊടി നന്നായിട്ട് കുക്കായി വരണം. പിന്നെ ഞാൻ കടുപ്പത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ ചേർത്ത അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ചായപ്പൊടിയുടെ അളവും പഞ്ചസാരയുടെ അളവും നമ്മൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തന്നെ ചേർക്കുക. ഇത് മതി ഇപ്പോൾ. കിച്ചൂസ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചായ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ കിച്ചൂസിന് എപ്പോഴും സ്ട്രോങ് ടീ ആണ് ഇഷ്ടം. ഞാൻ ഇന്നിപ്പോൾ അധികം സ്ട്രോങ് ആയിട്ടല്ല, മീഡിയം സ്ട്രെങ്ത്തിലുള്ള ചായയാണ് റെഡിയാക്കുന്നത്. നമ്മൾ ആദ്യം റെഡിയാക്കിയിരുന്ന ചായ നല്ല സ്ട്രോങ് ചായ ആയിരുന്നു. ഇപ്പോൾ ചായപ്പൊടി നന്നായിട്ട് കുക്കായി തുടങ്ങുന്നുണ്ട്. നമ്മൾ ചേർത്തിട്ട് 1 മിനിറ്റ് ആകുന്നു. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. പാല് ചേർത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചായ തിളപ്പിക്കുക. പിന്നെ മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മധുരമൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുക്കിംഗ് ഒട്ടും തന്നെ അറിയുണ്ടാവില്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും കുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് തുടങ്ങുന്നത്. കുക്കിംഗ് ഒക്കെ പഠിക്കണമല്ലോ എന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കിച്ചൂസിന് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലൊക്കെ കയറുന്നതുകൊണ്ട് കിച്ചൂസിന് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. അത്യാവശ്യം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുക്കിംഗ് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളാണ് അവർ ഒരു കോളേജ് ലെവലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇപ്പോൾ ജോലിക്കോ അല്ലെങ്കിൽ ബാക്കി ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ
ഒരു ചായ ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കണം. അത്യാവശ്യം കുക്കിംഗ് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഈസി ആയിട്ട് പറ്റും. അതിനനുസരിച്ച് ചെറിയ രീതിയിൽ കറികളൊക്കെ റെഡിയാക്കാൻ പഠിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ മക്കളെ ഒരു സ്കൂൾ ടൈം ഒരു 5th 6th മുതലൊക്കെ നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കിച്ചൂസ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ കിച്ചൂസിനെ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ വിളിച്ച് കിച്ചൂസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. പിന്നെ കിച്ചൂസിൻ്റെ അടുത്ത് നിന്ന് ഞാനും കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാല് തിളച്ച് ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി പാലും കൂടി ചേർന്നിട്ട് വീണ്ടും 1 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിരുന്ന് തിളച്ച് വരണം. നമ്മുടെ ചായപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ പാലിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അരിച്ചു മാറ്റിയതിന് ശേഷം 2 പാത്രത്തിലെടുത്തിട്ട് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിക്കുക. ഇവിടെയൊക്കെ മറിക്കുക എന്നാണ് പറയുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒന്ന് മറിച്ച് പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ ചായ കുടിക്കാൻ തോന്നും. അതിനാണ് മറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. പതഞ്ഞിരിക്കുന്ന ചായ കുടിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും ആ ചായയോട്. ഇപ്പോൾ പതയില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചില ചായക്കടകളിൽ ചെല്ലുമ്പോൾ നല്ല പതഞ്ഞിരിക്കുന്ന ചായ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ പതഞ്ഞ ചായ ആയിരിക്കില്ല. അപ്പോൾ 2 ചായയും ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഏത് ചായയാണ് കാണുമ്പോഴേ കുടിക്കാൻ തോന്നുക എന്നുള്ളത്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ 3 പ്രാവശ്യം ഓരോ മിനിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചായ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ചായ അരിച്ചെടുക്കാനായിട്ട് ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി ചായ മറിക്കുക എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വേറെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ചായ ഇതുപോലെ ഒന്ന് പൊക്കി ഒഴിച്ചു കൊടുക്കുക. പതഞ്ഞു വരുന്നത് കണ്ടോ? അതുപോലെ വീണ്ടും തിരിച്ചും ഒഴിച്ചു കൊടുക്കുക. ഇതിനാണ് ഇവിടെ ചായ മറിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള നാടുകളിലെ കാര്യം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയിലാണോ പറയുന്നത് ആ രീതിയിൽ ചായ ഇതുപോലെ ആക്കിയെടുക്കുക. ഇത് 2 3 പ്രാവശ്യം ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായി പതഞ്ഞു വരും. അപ്പോൾ നമുക്കിനി ചായ കപ്പിലേക്ക് ഒഴിക്കാം. കപ്പിലേക്ക് ഒഴിക്കുമ്പോഴും ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ മസാല ചായ റെഡിയായി. ഇതുപോലെ മസാല ചായയൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, വേണ്ട.